ഹലോ. ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ 2026 സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ തങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതാണ് ഹയർ സെക്കൻഡറിയുടെ മെയിൻ വിൻഡോ. ഇതിൽ ഇടതുഭാഗത്ത് കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് വിദ്യാർത്ഥികൾ തങ്ങളുടെ 10 അക്ക ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്യുക. അതിന് തൊട്ട് താഴെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പാസ്വേഡ്, നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാസ്വേഡും എൻ്റർ ചെയ്ത് ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ എന്ന പച്ച ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അവിടെ ഇടതുഭാഗത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഒന്നാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ ആവശ്യമില്ല. ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അവർക്ക് താൽക്കാലിക പ്രവേശനം എന്നൊരു സംവിധാനം ഉണ്ടായിരിക്കുന്നതല്ല. മറ്റു ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാം. താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ എല്ലാം തന്നെ പ്രിൻസിപ്പലിന് നൽകേണ്ടതുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള ഒരു അലോട്ട്മെൻറ്റുകളിലും സർക്കാർ പരിഗണിക്കുകയില്ല. അഥവാ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം നേടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലാണ് പ്രവേശനം ലഭിച്ചത് എങ്കിൽ അവർ ആദ്യം ചേർന്ന സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു വാങ്ങി പുതിയ സ്കൂളിൽ പ്രവേശനം നേടേണ്ടതാണ്. ഹയർ സെക്കൻഡറി +1 അഡ്മിഷന് പ്രവേശനം നേടുമ്പോൾ +1 അഡ്മിഷൻ 2026 അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിലൊന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ. വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. സെക്കൻഡ് വൺ SSLC സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തേത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC. നാലാമത്തേത് CC അഥവാ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. അഞ്ചാമത്തേത് ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ. ആറാമത്തേത് മറ്റ് ബോണസ് പോയിൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പ്രവേശന സമയത്ത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. പ്രവേശനത്തിന് നിർബന്ധമായും രക്ഷിതാവും കുട്ടിയും ഹാജരാകേണ്ടതുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 22, 23 അഥവാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രവേശനം നേടാവുന്നതാണ്. ഏതായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും 23/6/2026 അഥവാ ജൂൺ 23 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ ബന്ധപ്പെട്ട സ്കൂളിൽ എത്തി പ്രവേശനം ഉറപ്പാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അതേ സ്കൂളിൽ തന്നെയാണ് താൽക്കാലിക പ്രവേശനം നേടേണ്ടത് ഉള്ളൂ എങ്കിൽ ആ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. തേർഡ് അലോട്ട്മെൻറ്റ് വരെ ആ വിദ്യാർത്ഥികൾക്ക് കാത്തിരിക്കാവുന്നതാണ്. ഏതായാലും നിരവധി വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും പ്രവേശനം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പ്രയാസപ്പെടേണ്ടതില്ല. അവർക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 29 പ്രസിദ്ധീകരിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിൽ കുറേ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ബന്ധപ്പെട്ട സ്കൂളിൽ എത്തി പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്.